നിങ്ങളുടെ ശരീരത്തിൽ പ്രാണനുണ്ടെങ്കിൽ നിങ്ങൾക്കിനി തീരെ നിവർത്തിയില്ല. ഒരു രൂപ പോലും എടുക്കാനില്ല, ഒട്ടും പൈസ ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം? ശരീരത്തിന് എഴുന്നേറ്റ് നടക്കാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ പ്രദോഷം തൊഴണം. അതായത് ഇവിടെ വന്ന് നമ്മൾ മനസ്സിൽ തട്ടി ഭഗവാനോടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധിച്ചിരിക്കും എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ്. എല്ലാവരും ഇതൊന്ന് കണ്ടു തൊഴട്ടെ. ഭസ്മാഭിഷേകമില്ലയോ? എല്ലാവരും ഒന്ന് സഹകരിക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് പോരട്ടെ, അവരെ ഇങ്ങോട്ട് ഇവിടെ. എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഓരോ ആൾക്കാരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴേ. നമ്മൾ മനസ്സുരുകി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായിട്ടും വിളി കേൾക്കും, അത് ഉറപ്പാണ്. പ്രതികൂലമായ കാലാവസ്ഥയിലും എത്രമാത്രം ആൾക്കാരെ വന്നതെന്നുള്ളതിന്റെ തെളിവ് ഇവിടെ കാല് കുത്താൻ സ്ഥലമില്ലായിരുന്നു. നമ്മുടെ ദൃഷ്ടാന്തമാണ് ഈ കാണുന്ന. ഓരോ മാസം കൂടുന്തോറും നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ ബാഹുല്യം ഇവിടെ കൂടി വരികയാണ് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, എനിക്കത് എന്താണെന്ന് അറിയത്തില്ല. കൊല്ലം ജില്ലയിലെ പട്ടാഴി ആറാട്ടുപുഴയിലാണ് ഇടമനക്കാവ് ശ്രീ നാഗരാജ അർദ്ധനാരീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുടങ്ങാതെ ഭഗവാനെ ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് മുടങ്ങാതെ മാസത്തെ ഒരു ദിവസം പ്രദോഷം തൊഴാൻ ഈ മണ്ണിൽ എത്തുവാൻ സാധിക്കണേ. ഭഗവാനെ തൊഴാൻ പോലും ചിലപ്പോൾ പറ്റത്തില്ല, വേണ്ട, ഇവിടെ ഒന്ന് കാല് കുത്തിയാൽ മതി, ഇവിടെ എവിടെയെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായാൽ മതി. അതായത് പ്രദോഷം മുടങ്ങാതെ ദർശിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ കാമനകളെയും ആര് നടത്തിത്തരും? അതായത് എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു കിട്ടുന്ന സന്ധ്യയാണ്. അതായത് പ്രത്യേകിച്ച് ഒന്നും ആഗ്രഹിക്കേണ്ട, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവരും കൊണ്ടുതരും. യാതൊരു സംശയമില്ല. ഞാൻ ഹൃദയത്തിൽ തട്ടിയാ പറയുന്നത് 100%. എനിക്ക് അത്രയ്ക്ക് എൻ്റെ വിശ്വാസം എൻ്റെ ഭഗവാനെ, എൻ്റെ മഹാദേവനെ. അങ്ങ് വരികയാണ്, ഭഗവാനോടുള്ള ഭക്തി കൊണ്ടങ്ങ് വരികയാണ്. ഇത്രയും മഴ കൊണ്ടിട്ട് ഞങ്ങൾ ആ ക്യൂവിൽ വന്ന് ഇപ്പം ഭഗവാനെ കണ്ട് ദർശിച്ചു, ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങി. എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഓരോ ആൾക്കാരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴേ. നമ്മൾ മനസ്സുരുകി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായിട്ടും വിളി കേൾക്കും, അത് ഉറപ്പാണ്. പ്രതികൂലമായ കാലാവസ്ഥയിലും എത്രമാത്രം ആൾക്കാരെ വന്നതെന്നുള്ളതിന്റെ തെളിവ് ഇവിടെ കാല് കുത്താൻ സ്ഥലമില്ലായിരുന്നു. എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവം ഇത് ഒന്നുകൂടെ എനിക്ക് കുറച്ചുകൂടെ ഉണ്ട് അത് സാധിക്കാനൊക്കെ. അത് സാധിച്ചു കഴിയുമ്പം അത് ഞാൻ അവരോട് പറയും, ഞാനൊരു ഉടനെ തന്നെ സാധിക്കും. അത് സാധിച്ചു കഴിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് പറയും, അത് ഉറപ്പായിട്ടും. അതിന് എനിക്ക് ഭഗവാൻ തരുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകും. എല്ലാവരും വരണമെന്നാണ് പറയുന്നത്. കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, എനിക്കത് എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ കണ്ണൂരും തലശ്ശേരിന്നാണ് വരുന്നത്. അപ്പം മോളെ ഒരു പരീക്ഷ എക്സാമിൻ്റെ CMA എന്നുള്ള എക്സാമിൻ്റെ ഇതിന് വേണ്ടി വന്നതാണ്, ആങ്ങളേരെ കാര്യത്തിനും. അപ്പോൾ അവൻ പാസ്സായി. അഞ്ചാമത്തെ വർഷമാണ് അവൻ പാസ്സാകുന്നത്. അപ്പോൾ മോളും ആദ്യത്തേൽ തന്നെ പാസ്സായി. ഇനിയിപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പാസ്സായി കിട്ടി. ഇനിയിപ്പോൾ അടുത്ത മാസം പരീക്ഷ ഉണ്ട്. അപ്പോൾ അതിനും കൂടി പാസ്സാവണമെന്ന് പ്രാർത്ഥിക്കാൻ വന്നേ. എല്ലാവരും ഭഗവാനെ വന്ന് കാണണം, പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ട് നടക്കും. തീർച്ചയായും എൻ്റെ 3ാമത്തെ പ്രദോഷത്തിലാണ് നടന്നത്. ഇടമനക്കാവ് ക്ഷേത്രത്തിൽ വന്നിട്ട് ഇത് 3ാമത്തെ മാസമാണ്. ഇവിടെ വന്ന് എൻ്റെ സങ്കടം പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദേവനും ദേവി അവിടെ അനുഭവം പറഞ്ഞിട്ട് പറയും, എല്ലാവരും ഇവിടെ വരണം, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരും. ഭഗവാനെ നൊന്ത് വിളിച്ച നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് വിശ്വാസമാണ്. കൊയിലണ്ടിന്നാണ് വരുന്നത്. ഞങ്ങൾ ബിസിനസ്സിൽ കുറച്ച് ഇതായതുകൊണ്ട് വന്നതാണ്. കുറച്ച് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് പ്രദോഷം തൊഴണം എന്നാണ് പറയുന്നത്. എന്തൊക്കെയോ പ്രത്യേകത ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ആ നിറവ് പ്രദോഷത്തിന്. അതുകൊണ്ട് മറ്റേടത്ത് പ്രദോഷം തൊഴുതാൽ ഗുണമില്ല എന്നല്ല പറഞ്ഞത്. പ്രദോഷം ഇവിടെ തൊഴുതാലും ഗുണമുണ്ട്. പക്ഷേ കൊട്ടാരക്കര ഉണ്ണിയപ്പം പോലെ, അമ്പലപ്പുഴ പാൽപ്പായസം പോലെ പ്രദോഷം നുകരണമെങ്കിൽ കുറച്ചുകൂടി ഇടമനക്കാവിലേക്ക് തന്നെ വരണം. അത് പ്രത്യേക ഒരു അനുഭൂതിയല്ലേ. ഇത്ര വലിയ മഴയായിട്ട് പോലും ഭഗവാന്റെ സന്നിധിയിലെത്താൻ ഒരു കുറവുമില്ലാതെ ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള വളരെ ലളിതമായ രീതിയിൽ നമ്മൾ വഴി പറഞ്ഞു തന്നിരുന്നു. വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ അവർ ചെങ്ങന്നൂർ ഇറങ്ങണമെന്നും അവിടെ നിന്നും ബസ് വഴി ഏനാത്ത് ഇറങ്ങാനും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അവിടെ നിന്ന് 2.5 കിലോമീറ്റർ നമ്മൾ ബസ്സിലോ ഓട്ടോയിലോ കിഴക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് അർദ്ധനാരീശ്വര ക്ഷേത്രമായി. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർ, കന്യാകുമാരിയിൽ നിന്ന് വരുന്നവർ, കൊട്ടാരക്കര, അതായത് ട്രിവാൻഡ്രം കോട്ടയം റൂട്ടാണിത്. കൊട്ടാരക്കര വഴി വരുന്ന ബസ്സുകളിൽ അല്ലെങ്കിൽ ബസ്സുകളിൽ തന്നെ വന്നിട്ട് ഏനാത്ത് നമ്മൾ ഇറങ്ങുക. അവിടെ നിന്നും നമ്മൾ മുന്നേ പറഞ്ഞ മാതിരി അവിടെ 2.5 കിലോമീറ്റർ കിഴക്കോട്ട് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആറാട്ടുപുഴ ഇടമനക്കാവ് ക്ഷേത്രമായി. പിന്നെ അതുപോലെ പുനലൂർ, ചെങ്കോട്ട ഭാഗത്തുനിന്ന് വരുന്നവർ പുനലൂർ വഴി വരാം, കൊട്ടാരക്കര വഴി വരാം. അതുപോലെ കൊല്ലം, കായംകുളം ഭാഗത്തുള്ളവർ അടൂരിറങ്ങി അതിനകത്ത് വരാം. കൊല്ലം ഭാഗത്തുള്ളവർ കൊട്ടാരക്കര ഇറങ്ങി മൈലം വഴി പട്ടാഴി അല്ലെങ്കിൽ പുത്തൂർ മുക്ക് വന്നിട്ട്, സ്വന്തം വാഹനങ്ങൾ വരുന്നവർക്ക് പുത്തൂർ മുക്കി വന്നിട്ട് 2.5 കിലോമീറ്റർ കിഴക്കോട്ട് ആറാട്ടുപുഴ ജംഗ്ഷനിലേക്ക് വരുന്ന വഴിക്ക് തന്നെ, അതായത് ആറാട്ടുപുഴ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ക്ഷേത്രം.